ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലിപ്പറമ്പ് പഞ്ചായത്തിലെ പാലോളിപ്പറമ്പിലാണ്. നഗരസഭ അതിരിടുന്ന പാലോളിപ്പറമ്പിൽ പെരിന്തൽമണ്ണയിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്ന 12ഓളം ബസ്സുകൾ, ആ ബസ്സുടമകൾ, ജീവനക്കാർ, അവരുടെ വലിയൊരു നന്മയെക്കുറിച്ചാണ് പ്രേക്ഷകരെ അറിയിക്കുന്നത്. വൃക്കരോഗം ബാധിച്ച പ്രവാസിയായ മുൻ ബസ് തൊഴിലാളിയായ ആലിക്കൽ മുസ്തഫയുടെ വൃക്കരോഗം ഗുരുതരമായതിനെ തുടർന്ന് ഉടൻ തന്നെ അടിയന്തര ശസ്ത്രക്രിയ നടത്തണം, വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണം. അതിന് ഏകദേശം 30 ലക്ഷം രൂപയാണ് ചിലവ് വരുന്നത്. അതിനെ ആ മുസ്തഫയെ സഹായിക്കാൻ വേണ്ടി 12ഓളം ബസ് ഉടമകളും തൊഴിലാളികളും ചേർന്ന് ഒരു ദിവസം കാരുണ്യയാത്ര നടത്തിയിരുന്നു. ആ യാത്രയിലൂടെ ബസ് ഉടമകൾ സമാഹരിച്ചത് 3,72,000 രൂപയാണ്. ആ പണം ഇന്ന് ആലിക്കൽ മുസ്തഫയ്ക്ക് കൈമാറുകയാണ്, ആ ചികിത്സാ സഹായ സമിതിക്ക് കൈമാറുകയാണ്. ഈ വലിയ നന്മ എന്നും നിലനിൽക്കട്ടെ. ഇത്തരമൊരു നന്മയിലേക്ക് ബസ് ഉടമകൾ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ നന്മയിലേക്ക് നിങ്ങളെ നയിച്ചത് ഒന്ന് പറയാം. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ ആലിക്കൽ മുഹമ്മദ് മുസ്തഫ കിഡ്നി മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായി വളരെ പ്രതിസന്ധിയിലായിരുന്നു ഞങ്ങൾ കമ്മിറ്റി അംഗങ്ങളും നാട്ടുകാരും. ആ സമയത്താണ് ഞങ്ങൾ ബസ് ഓണേഴ്സിനെയും പെരിന്തൽമണ്ണയിലെ ബസ് ഓണേഴ്സിനെയും തൊഴിലാളികളെയും ബന്ധപ്പെട്ടതിൻ്റെ ഫലമായി ഒരു ലാഭേച്ഛയും പ്രതീക്ഷിക്കാതെ സന്മനസ്സോടുകൂടി വളരെ വിശാല ഹൃദയത്തോടു കൂടി 12ഓളം ബസ്സുകൾ ഓണർമാർ ഓടാൻ തയ്യാറായി. ഈ വൃക്കരോഗിയുടെ ഫണ്ടിന് വേണ്ടി ഒരു ലാഭം അവർക്കില്ല. അന്നത്തെ കലക്ഷൻ വരെ അവർക്ക് നഷ്ടമാണ്. എന്നിട്ട് ഞങ്ങളെ സഹായിക്കാൻ സന്മനസ് കാണിച്ച 12ഓളം തൊഴിലാളികൾക്കും, അതുപോലെ അതിനേക്കാൾ ഉപരി ഈ ബസ്സിലെ അത്രയും തൊഴിലാളികൾ, ഈ 12 ബസ്സിലെ മുഴുവൻ തൊഴിലാളികളും പ്രിയപ്പെട്ടവരും ചേർന്ന് അതിമനോഹരമായ രീതിയിൽ വലിയ ഒരു ചാരിറ്റി പ്രവർത്തനം ഹൃദ്യമായതാണ്. അതിനെ ഞങ്ങൾക്കത് വലിയൊരു സഹായമായി എന്ന് തന്നെ പറയാം. എന്തായാലും ഇത് അവർക്ക് ഇത്തരം നന്മദിന പ്രവർത്തനങ്ങൾ ഇനിയും ചെയ്യാനും, അതുപോലെ അവരുടെ നല്ല പ്രവർത്തനങ്ങൾക്ക് ദൈവം കരുണാമയനായ ദൈവം വലിയ പ്രതിഫലം നൽകട്ടെ എന്നും കൂടി ഞാൻ ഇതുവരെ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. അതായത് ഈ 12 ബസ്സിലെ തൊഴിലാളികൾ അവരുടെ ഒരു ദിവസത്തെ വേതനം ഇതിലേക്ക് കൈമാറിയിട്ടുണ്ട്. യാത്രക്കാർ ബക്കറ്റുമായി ഓരോ യാത്രക്കാരുടെ അടുത്ത് ചെല്ലുമ്പോഴും ഇത്തരമൊരു കാര്യത്തിനാണെന്ന് പറയുമ്പോൾ ബസ് ഫെയർ അല്ല, അതിൽ കൂടുതൽ പണമാണ് അവർ ബക്കറ്റിൽ നിക്ഷേപിച്ചത്. ടിക്കറ്റ് ചാർജ് എന്ന നിലയ്ക്കല്ല ആരും അന്ന് പണം നൽകിയത്. ഈ 3,72,000 രൂപ ഒറ്റ ദിവസം കൊണ്ട് സമാഹരിക്കുക എന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. ഇനിയും ഈ ആലിക്കൽ മുസ്തഫയുടെ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഏകദേശം 9 ലക്ഷം രൂപ കൂടി കണ്ടെത്തേണ്ടതുണ്ടല്ലേ. ഇതും ഇനി ജനങ്ങൾ, നന്മ പറ്റാത്ത മലയാളികൾ സഹായിച്ചാൽ മാത്രമേ ഇത് 30 ലക്ഷത്തിലേക്ക് എത്തുകയുള്ളൂ. ശസ്ത്രക്രിയ ആ ഘട്ടത്തിലേക്ക് എത്തുകയുള്ളൂ. ഇതിനെക്കുറിച്ച് ഈ ചികിത്സാ സഹായ സമിതിയുടെ ഭാരവാഹി കൂടിയായ നവാസ് പ്രേക്ഷകരോട്, അതായത് ഇത്രയും വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. അതായത് നിസ്സാരമായ തുകയല്ല കണ്ടെത്തേണ്ടത്, ഇത് കണ്ടെത്താൻ ഇനിയും പരിശ്രമിക്കേണ്ടതുണ്ട്. ആ പരിശ്രമം വിജയിക്കണ്ടേ? തീർച്ചയായിട്ടും പരിശ്രമം വിജയിക്കണം. ഒരു സാധു മനുഷ്യനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിന് പണം ഒരു തടസ്സമാകരുത്. പണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതിന് നമ്മൾ കഴിവിൻ്റെ പരമാവധി ചെയ്യണം. അത് നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോൾ അതിന് സഹായിക്കാൻ മനസ്സുള്ള ആളുകൾ തന്നെയാണ് നമ്മുടെ ഈ മലപ്പുറത്തിൻ്റെ പെരിന്തൽമണ്ണയിലൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷയുണ്ട്. ഇനിയും കരുണ പറ്റാത്ത ഹൃദയങ്ങൾ ആ സഹോദരൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം നിൽക്കും, നമ്മളോട് ചേർന്ന് നിൽക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. അതുപോലെ തന്നെ ഇന്നലെ ഈ ബസ് ഓണേഴ്സിൻ്റെ ഭാഗത്തുനിന്നും ബസ് ജീവനക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള നിസ്സീമമായ പ്രവർത്തനം അതിനെ അനുമോദിക്കാൻ വാക്കുകൾ മതിയാകുകയില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഞാനത് നേരിട്ട് അനുഭവിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ ബസ് ഓണേഴ്സിൻ്റെ അപ്പുറത്ത് ബസ് ജീവനക്കാർ കാണിച്ചിട്ടുള്ള ഒരു ആത്മാർത്ഥത, തങ്ങൾക്ക് നേരിട്ട് പരിചയം പോലും ഇല്ലാത്തൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് പക്ഷേ ഒരു ജീവൻ തിരിച്ചു പിടിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ അവർ കാണിച്ചിട്ടുള്ള ഒരു ആത്മാർത്ഥത. പലരും ഞാൻ അന്വേഷിച്ച സമയത്ത് ജീവനക്കാർക്ക് പലർക്കും ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ കാരണം ഇന്നലെ ലീവ് എടുക്കേണ്ട ആളുകളടക്കം ഉണ്ടായിരുന്നു. പക്ഷെ അവർ മാറി നിന്നാൽ അവരുടെ ആ ഒരു പ്രവർത്തനം കൊണ്ട് ആ ഒരു ദൗത്യം വിജയിക്കാതെ പോകുമോ എന്നുള്ളൊരു സംശയം കൊണ്ട് അവർ ശാരീരിക ബുദ്ധിമുട്ടുകളടക്കം മാറ്റിവെച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സ്റ്റാൻഡിലും ബസ്സിലും ട്രാഫിക് സിഗ്നലിലൊക്കെ ഓടി നടന്ന് പിരിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ പ്രതീക്ഷ നിലനിൽക്കുകയാണ്. നമ്മളെ കരുണ പറ്റാത്ത ഈ ഒരു സമൂഹം ഇതുപോലുള്ള ആളുകളെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും, നമ്മുടെ ഈ ദൗത്യം വിജയിക്കുക തന്നെ ചെയ്യും. നമുക്ക് വലിയ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. അതോടൊപ്പം തന്നെ അതായത് നവാസും പറയുന്നത് ഇതെന്തൊക്കെയായാലും ഈ ദൗത്യം വിജയിക്കും, വലിയ പ്രതീക്ഷയുണ്ട്.
ബസ് തൊഴിലാളികളുടെ കാര്യം പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവർ ചെയ്ത നന്മ ഓരോ ബസ് സ്റ്റോപ്പുകളിലും അതുപോലെ തന്നെ ട്രാഫിക് സിഗ്നലുകളിലൊക്കെ പോയി ബക്കറ്റുമായിട്ട് ഒരു സാധു മനുഷ്യന് വേണ്ടി, ഒരു നിർധനനായ മനുഷ്യന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവൻ തിരിച്ചു പിടിക്കാൻ ഓരോരുത്തരുടെയും ഒരുപക്ഷെ അത് കെഞ്ചലായിരുന്നു, അതായത് അപേക്ഷയായിരുന്നു, നിങ്ങൾ സഹായിക്കണം. അതൊക്കെ ഒരിക്കൽ ഈ മലയാളികളുടെ നന്മ, മലപ്പുറത്തിൻ്റെ നന്മ, പെരിന്തൽമണ്ണയുടെ നന്മ എന്ന് എഴുതി ചേർക്കേണ്ടി വരും. ഏതായാലും ആ പണം കൈമാറുന്ന ചികിത്സാ സഹായ സമിതിക്ക് ഈ സമാഹരിച്ച 3,72,000 രൂപ കൈമാറുകയാണ്.